3 സെഷൻ കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ അടുത്തൊരു ക്ലൈമാക്സ് നടക്കാൻ പോണത്. സിറിൽജി അനൗൺസ് ചെയ്തു നാളെ രാവിലെ 20 മിനിറ്റിൻ്റെ എക്സസൈസ് പ്രോഗ്രാം എന്ന്. ഞാൻ ശരിക്കും തലയിൽ കൈവച്ചില്ല. നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ 3 സെഷൻ കഴിഞ്ഞപ്പോൾ, കൂടാതെ തന്നെ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. ബോഡി സ്ട്രെസ്സ്, തലേ ദിവസത്തെ യാത്ര, എങ്ങനെയാണ് പിറ്റേ ദിവസം ആളുകൾ വരിക. പക്ഷെ നമ്മുടെ ട്രെയിനേഴ്സിനോട് ഞാൻ പറഞ്ഞു 7:30 ഷാർപ്പിന് അവിടെ എത്തണം, ലേക്ക് സോങ്ങിൽ എത്തണം. അവർ വേറെ സ്ഥലത്താണ് താമസം. 7:30 എത്തിയപ്പോൾ ഈ 75 പേരിൽ ഒരു 40-ലധികം ആളുകൾ 7:35 എത്തി. അവർ വീണ്ടും രാവിലെ എന്ത് ചെയ്യാണ്, എക്സസൈസ് ചെയ്യാണ്. അത് 20 മിനിറ്റ് വെച്ച സെഷൻ അന്നും ഞങ്ങൾ 45 മിനിറ്റ് വെച്ചു. 4 സെഷൻ നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പരിപാടി വിജയിച്ചത്. ഇപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലത്തെ ഒരു സൂംബ ഇവന്റ് അവർ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി, അവരുടെ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇപ്പോഴും മെസ്സേജ് വരുന്നു. കിങ്സ് ക്ലബിലെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ്, കാരണം നിയാഫിയയ്ക്ക് കോഴിക്കോടാണ് പ്രസൻസ് ഉള്ളത്, പിന്നെ ഓൺലൈനാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. പക്ഷെ കൊല്ലത്തുള്ള, ട്രിവാൻഡ്രത്തുള്ള, ഗൾഫിലുള്ള ആളുകൾ അവരുടെ നിയറസ്റ്റ് സൂംബ സെന്ററിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, സൂംബ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. സോ നമ്മളിവിടെ ഹാപ്പിയാണ്. കാരണം ഒരു ദിവസത്തെ സെഷൻ കൊണ്ട് ഒരുപാട് ആളുകളെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് സൂംബ എന്താണെന്ന് അറിയില്ലായിരുന്നു. എപ്പോഴും നമ്മൾ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, സുലൈമാനി കുടിച്ചവർക്കല്ലേ സുലൈമാനിയുടെ ടേസ്റ്റ് അറിയുന്ന പോലെ തന്നെ സൂംബ ചെയ്താലല്ലേ സൂംബ എന്താണെന്ന് അറിയുള്ളൂ. അത് തന്നെ നിയാഫിയുടെ സൂംബ അതൊരു എക്സ്ട്രാ ഓർഡിനറിയാണ്. സോ എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ പറയുന്നത് നമ്മുടെ ട്രെയിനേഴ്സിനോടാണ്. ട്രെയിനേഴ്സ് ഗംഭീരമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തു. കൂടാതെ തന്നെ ട്രെയിനേഴ്സിനെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ടീം മെമ്പേഴ്സ്. അപ്പം ഇതിനൊക്കെ പുറമെ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന അനിൽ സാറിനും ശ്രീൽജിക്കും ഹോൾ കിങ്സ് ക്ലബിനും നന്ദി പറയുന്നു. നിയാഫിയുടെ വൺ ഓഫ് ദ എവർ ബെസ്റ്റ് ഇവൻ്റ് ആയിട്ട് ഇത് മാറാൻ കഴിഞ്ഞു, ഈ ഒരു ഇവൻ്റ് മാറ്റാൻ കഴിഞ്ഞു. അതിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എക്സസൈസിലേക്ക്, ഹാബിറ്റിലേക്ക്, സൂംബയിലേക്ക്, ഹെൽത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പണി കിട്ടിയത് ഒരുപാട് വലിയ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ഇപ്പോൾ തന്നത്. കാരണം ആ ഒരു പണിയാണ് ഇതിനെങ്ങനെ നന്നാക്കാം എന്ന് നമുക്ക് ചിന്തിച്ചത്. സോ ഞാനിവിടെ പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ ഒരു മൊറാൽ എന്നത്രയേ ഉള്ളൂ. ഒരുപാട് പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ നമ്മളൊരു ഇവൻറ്റിലേക്ക് പോകും, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കും. ചിലപ്പോൾ അതിൽ ചില തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങൾ വന്നിട്ട് മാറി നിൽക്കാതെ ആ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ വലിയൊരു ഡോറ് നമുക്ക് ഓപ്പൺ ആവണത്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരുപാട് ഡോറുകൾ നമുക്ക് അടഞ്ഞതായിട്ട് തോന്നും. ആ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളിവാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടാവും. ആ കിളിവാതിലായിരുന്നു നമ്മുടെ കിങ്സ് ക്ലബിൻ്റെ എനർജി എന്നുള്ളത്. ആ എനർജി ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചു. പരിപാടി ഗംഭീരമായി. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു കിങ്സ് ക്ലബ്.